40 വർഷം മുമ്പുള്ള പരിചയമാണ്. അതെ, എന്നെ CP എന്ന് വിളിച്ചു. CP വിളിച്ചു. CPക്ക് അമ്പലത്തിൽ എന്താ കാര്യം എന്ന് നോക്കി രഥത്തിൻ്റെ താഴെ എല്ലാ ഉത്സവത്തിനും ഞാൻ ഉണ്ട്. ഞങ്ങൾ കാര്യക്കാർ കുടുംബത്തിലാണ്. ഞങ്ങളുടെ കുടുംബമാണ് ഈ ഗ്രാമം നടത്തിക്കൊണ്ട് പോന്നിരുന്നത്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് അത്ര ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഗ്രാമക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. ഞാൻ നിങ്ങളുടെ ഡെയിലി കാണും TV-ൽ. പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിച്ച് കണ്ടിട്ട് കുറേ കാലം പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല CPക്ക് എന്ത് ഇവിടെ കാര്യം എന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യം ഇവിടെ നിൽക്കണ്ടായിരുന്നു. CPക്ക് എന്ത് ഇവിടെ കാര്യം. അപ്പോൾ വിളിച്ചു നോക്കി. പിന്നെ കയ്യിൽ നോക്കിയപ്പോൾ നീലപ്പെട്ടിയൊന്നും ഇല്ല. പിന്നെ ശരി വന്നു. അപ്പോൾ ഈ കൽപ്പാത്തി തേരിനോട് രാഷ്ട്രീയം വലിയ ചർച്ചയാണ് ഇവിടെ. അല്ലേ, അത് ഈ തെരഞ്ഞെടുപ്പും കൂടെ വന്നത് കാരണം നല്ലൊരു ചർച്ച തന്നെയാണ്. അത് ആവശ്യമാണ്. വല്ലപ്പോഴും ഇങ്ങനെ രണ്ടെണ്ണം കൂടി വരുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കുറച്ചുകൂടി ഇത് വരുന്നത്. ഐതിഹ്യം ഒന്നുമില്ല. ഇന്നത്തെ ദിവസം തന്നെയാണ് കുംഭകോണത്തും ഈ രഥോത്സവം നടക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഐതിഹ്യം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ അവിടെയുള്ള കുറേ ഞങ്ങളെ പോലെയുള്ള ബ്രാഹ്മണന്മാരെ ഇവിടുത്തെ മഹാരാജാവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത് കാരണം ഇവിടുത്തെ കുംഭകോണത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ ഇവിടെ നടക്കും. പേരിൽ മാത്രം മാറ്റം. അവിടെ കുടമുഴക്കം എന്ന് പറയും, ഇവിടെ രഥോത്സവം എന്ന് പറയും. അപ്പോൾ ഇതൊരു 10 ദിവസത്തെ രഥോത്സവ ആചാരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ അമ്പലത്തിൽ പോയി ദൈവത്തിനെ തൊഴുന്നതാണ് രീതി. പക്ഷേ ഇവിടെ ദൈവം 10 ദിവസം ഓടി നടന്ന് അദ്ദേഹത്തിനെ തൊഴാൻ വരുന്നവരെ പോയി കണ്ടിട്ട് തിരിച്ചു വരികയാണ്. ഇതിപ്പോൾ ദൈവം എന്ന് മാത്രമല്ല രഥം, ദിവസവും രഥം എടുക്കാറുണ്ട്. പക്ഷേ അത് ഈ വലിയ രഥമല്ല, ചെറിയ രഥം. അത് ഇവിടെ നിന്ന് 4 ഗ്രാമങ്ങളിലും പോയി വൈകുന്നേരം 9:30 മണിക്ക് പോയാൽ രാത്രി 12 മണിക്ക് തിരിച്ചു വരും. അത് ദൈവം എല്ലാവരെയും പോയി കണ്ട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് വരുന്നു എന്നാണ് പറയാറ്. ഇവിടുത്തെ രഥോത്സവം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ചടങ്ങായിട്ട് നടത്തുന്നത് വൈദികമായി. അതിനാണ് ഈ എല്ലാ സ്ഥലത്തും നിങ്ങൾ കാണുന്നുണ്ടാവും ഈ കൊടിമരം. ആ കൊടിമരത്ത് ഒരു ധ്വജപ്രതിഷ്ഠ എന്ന് പറഞ്ഞ് നടത്തും 1-ാമത്തെ ദിവസം. അതാണ് ഈ കൊടിയേറ്റം. ഈ കൊടിയേറ്റം കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വന്ന് ഉത്സവ വിഗ്രഹമാണ് നിങ്ങൾ ഈ തേരിൽ കാണുന്നത്. മൂല വിഗ്രഹം എന്ന് പറയുന്നത് അകത്തുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം ആ മൂല വിഗ്രഹത്തിൻ്റെ എല്ലാ പവറും ഈ ഉത്സവ വിഗ്രഹത്തിലോട്ട് ആവാഹിച്ച് ഇപ്പോൾ ഇതിനെ തൊഴുതാലും ഇവിടെ ഇങ്ങേരെ തൊഴുതാലും അങ്ങേരെ തൊഴുതുമാരിയാണ്. നിങ്ങൾ അമ്പലത്തിൽ പോകണമെന്നില്ല, വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഈ ദൈവത്തിനെ തൊഴുതാൽ മതി. അങ്ങനെ 9 ദിവസം ആ അമ്പലത്തിൻ്റെ മൂർത്തിയെ ഇതിൽ ആവാഹിച്ചിരിക്കുകയാണ് 9 ദിവസത്തേക്ക് വേണ്ടി. അത് കഴിഞ്ഞ് നാളെ രാവിലെ അതിനെ തിരിച്ചിറക്കും. ഇറക്കി ഞങ്ങളെല്ലാം മഞ്ഞ വെള്ളത്തിൽ കുളിച്ച് എല്ലാവരും ശുദ്ധമാവും. അപ്പോൾ പിന്നെ പഴയതുപോലെ ഇവിടുത്തെ ഉത്സവം തന്നെ ഉത്സവം. ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ളത് ഇപ്പോൾ ഈ ഉത്സവം 4 അമ്പലങ്ങൾ കൂടി ചേർത്ത് നടത്തുന്നതാണ്. 4 അമ്പലങ്ങൾ ഇതേ സമയം. 6 തേരെന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ 3 പ്രതിഷ്ഠയാണ്. അതാണ് ആദ്യം വന്നത്. അവിടെ ശിവനുണ്ട്, ഗണപതിയുണ്ട്, മുരുകൻ ഉണ്ട്. അങ്ങനെ 3 പ്രതിഷ്ഠയ്ക്ക് 3 തേര്, 3 രഥങ്ങൾ വരും. അവരിന്നലെ ഇവിടെ വന്നിട്ട് പോയി. പിന്നെ അപ്പുറത്ത് ഒരു മഹാഗണപതി ക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതൊരു രഥം. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ലക്ഷ്മി നാരായണ പെരുമാൾ കൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലും നിന്നാണ് രഥോത്സവം. കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ മൂർധന്യഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ തേര് സംഗമിക്കുന്ന ഈ കൊച്ച് മൂല ഇവിടെ വെച്ചാണ് 4 തേരുകൾ ഒരുമിക്കാൻ പോകുന്നത്. വിവിധ സംസ്കാരങ്ങളുടെ സംയോജനം പോലെ ആ തേരുകൾ വലിച്ച് ഇവിടെ എത്തിക്കുമ്പോൾ വലിച്ചടുപ്പിക്കുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെയും മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും ഒരു പുതിയ സംസ്കാരമാണ് എന്ന് ഞാൻ കരുതുന്നു. കൽപ്പാത്തി രഥോത്സവത്തിന് എല്ലാ ആശംസകളും നൽകുന്നു. എല്ലാ ഉത്സവങ്ങളും മനുഷ്യരുടെ ആഘോഷങ്ങളുടെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള നന്മകളുടെയും ഒരു വലിയ
മുന്നേറ്റമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൽപ്പാത്തി രഥോത്സവത്തിന് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ആശംസ. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഏറ്റവും മഹിതമായ അതിൻ്റെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഇതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ട് കാണാണ്. കാരണം കേരളത്തിൻ്റെ ഒരു മഹോത്സവം, മലയാളിക്ക് ഇന്നും അഭിമാനിക്കാനുള്ള ഒരുമയുടെ ഒരു നാട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പലതരത്തിലും പല വിഭാഗീയതയൊക്കെ നടക്കുമ്പോഴും ഈ കൽപ്പാത്തി മനുഷ്യരെ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്, ഒന്നിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. കാരണം ഇന്നത്തെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമാപന ദിവസം ഇന്നിവിടെ ഉണ്ടാകാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും വലിയ സന്തോഷമായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഫൈസൽ ബാഫി തങ്ങൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ MSFൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് PK നവാസുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ നാട് എത്രമാത്രം പ്രോജ്വലമായ ഒരു മതേതരത്വത്തിൻ്റെ മണ്ണാണ് എന്നുള്ളത്, യോജിപ്പിൻ്റെ, ഐക്യത്തിൻ്റെ. ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഒരുപാട് കൽപ്പാത്തിയുടെ കഥകൾ കേൾക്കുകയായിരുന്നു. 1400 ശരി 15-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു നാട് എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് ആളുകൾ വന്നതെന്നും ഈ ഉത്സവം ആരംഭിച്ചതെന്നും ഇതേ സമയത്ത് തമിഴ്നാട്ടിൽ ഇതേപോലെ ഉത്സവം നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കുംഭകോണത്ത് നടക്കുന്നതിനെക്കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഉത്സവങ്ങൾ, മലയാളിയുടെ ഉത്സവങ്ങൾ എന്നും ഇങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഒരു രാഷ്ട്രീയം കൂടി നമുക്ക് ഉണ്ടാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ സന്ദേശം. ഇത് ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തോടൊപ്പം ഈ കൽപ്പാത്തി ഉത്സവവും നമ്മൾ ആഘോഷിക്കുക.